സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഓഫ് 8 പസൽ പ്രോബ്ലം. അപ്പോൾ എന്താ ആദ്യം സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു നോക്കണം. സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്സിനെ ഡിഫൈൻ ചെയ്ത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ എക്സ്പ്ലനേഷനൊന്നും വേണ്ടി വരത്തില്ല. നമുക്കതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഡിഫൈനിങ് സ്റ്റേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസിങ് റിസൾട്ട് ഫോർ ദ സെർച്ച്. അപ്പോൾ 8 പസൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 ബോക്സ് നിങ്ങൾക്ക് കാണും. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾ തന്നെ തനിയെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ക്വസ്റ്റ്യനായിട്ട് കാണും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഗോൾ സ്റ്റേറ്റ് ആണ്. മിക്കവാറും ഉള്ള എക്സാമിന് നമ്മൾ തനിയെ എക്സാമ്പിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അന്നേരം നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റാർട്ട് സ്റ്റേറ്റിനെ നമ്മൾ തിരിച്ച് ഗോൾ സ്റ്റേറ്റ് ആക്കണം. അപ്പോൾ ഈ സ്റ്റാർട്ട് സ്റ്റേറ്റ് നോക്കിക്കുക, ഇവിടെ എന്താ പ്രത്യേകത? നമ്പേഴ്സ് മിസ്അലൈൻമെൻറ്റിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 2 3 4 5 വരുന്നുണ്ട്. 5ന് ഒരു ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? 8 ദെൻ ഒരു സംഭവം 7 6 5 ഒരു ഓർഡർ ഇല്ല. പക്ഷേ ഗോൾ എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെയാണ് ഓർഡറായി അല്ലേ? 1 2 3 4 5 6 7 8 9 9 ഇല്ല 7 8. അപ്പോൾ 8 പസൽ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 9 ടൈൽസ് കാണും, പക്ഷേ 8 സ്റ്റേറ്റ് ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? എത്ര 9 ടൈൽസ് ഇല്ലേ? പക്ഷേ ഈ ഓരോ ബോക്സിനെ പറയുന്ന ടൈല് എത്ര സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ? 8 സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ പല രീതിക്ക് മൂവ് ചെയ്ത് ഇതിലോട്ടാക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. എങ്ങനെയൊക്കെ മൂവ് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പ് ഡൗണ് ലെഫ്റ്റ് റൈറ്റ് ഏത് ഓർഡറിൽ വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി 4 മൂവ് ഇതിലുള്ളത്. നോ ഡയഗണൽ മൂവ്മെൻറ്റ്, നമുക്ക് ഡയഗണലി ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്തിനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കുന്ന ഹൈഫണില്ലേ, ഇതിനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്ത് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് 1 2 3 4 5 6 7 8 എന്ന രീതിയിലാക്കേണ്ട. അപ്പോൾ എങ്ങനെ ഞാൻ മൂവ് ചെയ്യാൻ പോകുന്നത് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഇതിനെ ഡൗൺ മൂവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇതിലെ റെപ്രസെൻറ്റേഷൻ എഴുതാം. ആദ്യം ഇനിഷ്യലി 1 2 3 ഒരു സെറ്റ്, 4 8 ഹൈഫൺ വരഞ്ഞ 0 എന്നിടുക, 7 6 5 ഒരു സെറ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഈ 0നെ ഡൗൺ മൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ നെക്സ്റ്റ് സെറ്റ് എങ്ങനെ ആവും? 1 2 3 4 8 ഈ 0 ഡൗണിലോട്ട് വരുമ്പോൾ 5 മേലെ പോവും. അപ്പോൾ 4 8 5 കോമ 7 6 0 എന്നാവും. 7 6 0 എന്നാവും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഞാൻ വരയ്ക്കാൻ പോവുകയാണേ. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ 0നെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് നോക്കാൻ പോവുക. എനിക്ക് ഓർഡർ ആക്കണ്ടേ? അപ്പോൾ എങ്ങനെ വരും? 1 2 3 4 8 5 0 ലെഫ്റ്റിൽ പോകുമ്പോൾ എങ്ങനെ വരും? 7 0 6. അപ്പോൾ ഈ രീതിക്കുള്ളത് ഞാൻ അടുത്ത കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവുക. സോ ഇങ്ങനെ ഫിഗർ വന്നു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞാൽ ഈ 0നെ അപ്പിലോട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ സീക്വൻസ് വരും? 1 2 3 4 അപ്പിലോട്ട് 0 പോകുമ്പം 4 0 5 കോമ 7 0 7 8 6 എന്ന് വരും അല്ലേ? അപ്പം ഞാനിതിനെ എന്ത് ചെയ്തു? അപ്പിലോട്ട് മൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ അതാ എനിക്ക് ഇങ്ങനെ വന്നു. ഇനി എനിക്ക് 4 5 6 ആക്കണമെങ്കിൽ ഒന്ന് ആലോചിക്കേ. ആദ്യം ഈ 0നെ റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 4 5 0 എന്നാവും. എന്നിട്ട് 0നെ ഡൗണിലോട്ട് മൂവ് ചെയ്യുമ്പോൾ 6 മേലോട്ട് പോവും. അപ്പോൾ 0 എൻഡിലാവും. അപ്പോൾ കാര്യം ഓക്കെ ആയല്ലോ. അപ്പോൾ ഇനി ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക? ഇതിനെ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പോവുക ഈ 0നെ. അപ്പോൾ അതാ ഇങ്ങനെ സാധനം വന്നു. ഇനി ഇതിനെ ഞാൻ വരയ്ക്കാൻ പോവുക. ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുക പറഞ്ഞാൽ ഈ 0നെ ഡൗൺ മൂവ് ചെയ്യണം. അപ്പോൾ 6 മേലോട്ട് പോവും. അപ്പോൾ അതിൻ്റെ സീക്വൻസ് എങ്ങനെ വരും? ദാ ആ സീക്വൻസ് ഇങ്ങനെ വന്നില്ലേ? ഈ സംഭവത്തിൽ നമ്മുടെ ഗോൾ സ്റ്റേറ്റ് 1 2 3 4 5 6 7 8 0 0യ്ക്ക് പകരം ഹൈഫൺ. അപ്പോൾ ഇതാണ് 8 പസൽ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ. ഇനി ഇതിനെക്കുറിച്ച് ടെർമിനോളജീസ് ഉണ്ട്, അത് നോക്കാം. അതിലൊന്നാമത്തെയാണ് സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 8 സ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ഇനിഷ്യൽ സ്റ്റേറ്റ്, നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ട് സ്റ്റേറ്റിന് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 മൂവ്മെൻറ്റ് നടത്തത്തില്ലേ? അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ്, അതാ പറയുന്നത്. ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത ഏത് സ്റ്റേറ്റാണെന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യത്തില്ലേ? അതിനെയാണ് ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്നത്. ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾ ആയോ എന്ന് നമ്മൾ നോക്കത്തില്ലേ? കറക്റ്റ് ഓർഡർ ആയോ എന്ന് ഓരോ തവണയും ചെക്ക് ചെയ്യത്തില്ലേ? അതിനെയാണ് ഗോൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്ക് ടോട്ടൽ എത്ര സ്റ്റെപ്സ് നമ്മളിവിടെ ചെയ്തു അതിനെയാണ് പാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നേരത്തെ പ്രോബ്ലത്തിൻ്റെ പാത്ത് കോസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ആദ്യം ഇനിഷ്യലി ഇതായിരുന്നല്ലേ, അത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പം ഒരെണ്ണം.
പിന്നെ അതെങ്ങോട്ടായി ഇതിലോട്ട് വന്നു, അപ്പോൾ 2 എണ്ണം. പിന്നെ എങ്ങോട്ടായി അത് ഈ ഒരു മൂവിലോട്ട് വന്നു, അപ്പോൾ 3. പിന്നെ എങ്ങോട്ടായി അത് ഈ മൂവിലോട്ട് വന്നു, അപ്പം 4. പിന്നെ ഇങ്ങോട്ടായി അത് ഈ മൂവിലോട്ട് വന്ന് 5. അതായത് ടോട്ടൽ നമ്മൾ എത്ര സ്റ്റെപ്പുകൾ ചേഞ്ച് ചെയ്തു അതിനെയാണ് പാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പാത്ത് കോസ്റ്റ് 5 ആണ്. ഈ എക്സാമ്പിൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോയാൽ മതി, എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തനിയെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തും ചെയ്യാം. ഇനി 8 പസിലിന് ഇവിടെ 9 ടെയിൽസ് യൂസ് ചെയ്തു, അതായത് 9 ഫാക്ടോറിയൽ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇതിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 8 പസിൽ പ്രോബ്ലം.